ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എത്തിയത് കോഴിക്കോട് ജില്ലയിൽ NITക്ക് അടുത്തുള്ളത് മലയമ്മ രാജധാനി ഗപ്പി ഫാം. ഏകദേശം ഒരു വർഷം മുന്നെയാണ് ഞാൻ ഈ ഗപ്പി ഫാമിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്ന ഈ ടാങ്കുകളൊക്കെ പുതിയതായിട്ട് വന്നതാണ്. നല്ല അടിപൊളി ടാങ്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10ഓളം വെറൈറ്റി ഗപ്പികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ രാജധാനി ഗപ്പി ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, പേര് പറഞ്ഞോളെ. എന്റെ പേര് അബ്ദുൾ റഷീദ്. നമ്മളിപ്പോൾ അന്ന് വന്നപ്പോൾ ഈ ടാങ്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ഇതിപ്പോ അടിപൊളി ടാങ്ക് ആയിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് ഇതിപ്പോ വീടിന്റെ മുകളിലല്ലേ? അതെ, വീടിന്റെ മുകളിൽ ചെയ്തത്. ഇവിടെ നമുക്ക് എത്ര ഐറ്റം ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു 5-6 ഐറ്റം ഇവിടെ ചെയ്യുന്നത്. നമുക്ക് അവിടെ വേറെ ഫാം ഉണ്ട്, അവിടെയാണ് ബാക്കിയുള്ളത് അവിടെയാണ്. സൈഡിലെ ചെറിയ ബേസിലൊക്കെ വെച്ചിട്ടുള്ളത് അത് ബ്രീഡിങ്ങിന് വേണ്ടി. ഏകദേശം എഗ് ലോഡ് ആയത് അതിലേക്ക് നമ്മൾ മാറ്റിയിടും. അതിന്റെ കമ്പകൾ നമുക്ക് നോക്കാം. അത് നമുക്ക് ഇവിടെ കുറച്ച് ഗപ്പികൾ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ ഇത് ഏതാ ആദ്യം വിളിക്കാൻ പോകുന്നത്? ഇത് നമ്മൾ ബ്രസീലിയൻ റെഡ്. ഈ ചെറിയൊരു ടാങ്കിൽ സെറ്റ് ആയത് അല്ലേ? ഇതിന് ഫീമെയിലും മെയിലും ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓ, ഗ്ലാസ്സിൽ കാണിക്കുന്ന നല്ല ടോർസിലൊക്കെ വരുന്നുണ്ടല്ലേ? ഡോർസിൽ നല്ല കാണിക്കുന്നുണ്ട് അല്ലേ? അടിപൊളി, നല്ല കളർഫുൾ, പഴയ കാലത്തുള്ള ആ ഒരു ഐറ്റം അത്. ഓക്കെ, ഇതൊക്കെ എന്തായിരിക്കും മാർക്കറ്റിൽ റേഞ്ച് വരുന്നതൊക്കെ? ഇത് 100-120 റേഞ്ചാണ് മാർക്കറ്റിലേക്ക് വരിക. ഓക്കെ, നമ്മൾ ഈ കാണിക്കുന്ന ഇപ്പൊ ഈ ടാങ്കിൽ ഇപ്പൊ എത്ര ഗപ്പികൾ നമുക്ക് ഇടാൻ പറ്റും? ഇതിൽ ഏകദേശം നമുക്കൊരു 200 ഗപ്പി വരെ പോകും. 200 ഗപ്പി വരെ പോകും. ഇതിന്റെ ആഴം എത്ര സെന്റിമീറ്റർ പറയാൻ പറ്റുള്ളൂ? അത്രയും ആഴം കുറവല്ലേ? ഇത് 13 സെന്റിമീറ്റർ. അതിന്റെ വലിപ്പം മൊത്തം ഇതൊരു 130 സ്ക്വയർ ആയിട്ട് വരും. 130 സ്ക്വയർ ആയിട്ട്. ഇത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിരിക്കുക മൊത്തം? ഈ ടാങ്ക് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. റൂഫിന്റെ മേലായിട്ട് വേറൊരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, അതിന്റെ ഉറപ്പ് കിട്ടാൻ വേണ്ടിട്ടല്ലേ? ലീക്ക് വരാതൊക്കെ വേണ്ടിട്ട്. അതെ, താമസിക്കുന്ന വീടാണല്ലോ, അപ്പൊ ശരിക്കും ലീക്ക് വന്നാ പണിയാണ്. അപ്പൊ ഇതിലെങ്ങനെ ക്ലീനിങ് ഒക്കെ എങ്ങനെ വരും? അപ്പൊ ക്ലീനിങ് നമ്മള് വേസ്റ്റ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എമർജൻസി ഉണ്ടെങ്കിൽ അവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് വെച്ച് ഒഴിവാക്കൂല്ലേ? ഇങ്ങനെ ഇപ്പൊ ഈ ടാങ്ക് ഇങ്ങനെ ചെയ്തപ്പോ എന്താ മാറ്റം വന്നിട്ടുണ്ട് ഗപ്പികൾക്ക്? ഇപ്പൊ നല്ല ഗ്രോത്ത് ഉണ്ട്. അതുപോലെ പിന്നെ ക്വാളിറ്റിയും നല്ല മാറ്റമുണ്ട്. പിന്നെ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. വെള്ളം അധികം അല്ലാണ്ട് വെള്ളം സക്ക് ചെയ്തെടുക്കാൻ അല്ലേ? എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് കാണുകയും ചെയ്യാം നമുക്ക്. ഇതിപ്പോ ഏതാ കാണുന്നത്? ഇത് എമറാൾഡ് ഗ്രീൻ. പഴയ കാലത്തൊക്കെ ഒന്നിച്ചോ കൊടുത്തപ്പോഴൊക്കെ ഗ്ലാസ് എടുത്തപ്പോ അതിന്റെ കളറ് നല്ല വരും അല്ലേ? നല്ല ടൈലും വരും, ഒക്കെ വരും. നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും. ഓക്കെ. അതിലിപ്പോ നമ്മൾ ഈ ടാങ്കിൽ ഇട്ടത് ഫുള്ള് മെയിൽ മാത്രല്ലേ? മെയിൽ മാത്രമാണ്. അപ്പൊ അതിന്റെ ഫീമെയിൽ എവിടെ നടക്കുന്നത്? ഇതിന്റെ ഫീമെയിൽ അവിടെ വേറെ ടൈൽ ഉണ്ട് അല്ലേ? ഗ്ലാസ്സിൽ കാണുന്നത് അടിപൊളി ലുക്കാണത്. ഇതിപ്പോ എത്ര മാസം പ്രായം നമ്മൾ കാണുന്നുണ്ട്? 3 മാസം അത്ര ആയിട്ടുള്ളൂ. എങ്ങനെ ഇതിന്റെ മാർക്കറ്റ് റേഞ്ച് ഒക്കെ വരും? ഇതും ഏകദേശം 100-110 ആ റേഞ്ച് വരും മാർക്കറ്റില്. ഇത് മജന്ത റെഡ്. നല്ല രസമുണ്ടല്ലോ എന്റെ പ്രിന്റ് ഒക്കെ. നല്ല ഭംഗിയുള്ള ടൈല് വലുപ്പം വെക്കുള്ളൂ അല്ലേ? ഷോർട്ട് ബോഡി. അതാണ് നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും അല്ലേ? ഫീമെയിലിന് ഇതേമാതിരി പാറ്റേൺ വരുന്നുണ്ടോ? ഫീമെയിലിന് ഇല്ല. മെയിലിന് മാത്രമേ മജന്ത ടൈഗർ. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. അതെ. ഇതിപ്പോ എങ്ങനെ ഒരു മാർക്കറ്റിൽ റേഞ്ച് ഒക്കെ? ഇത് നമുക്ക് 120-130 ആ റേഞ്ചാ വരും മാർക്കറ്റില്. നല്ല രസമുണ്ട് കാണാൻ. ഇത് അന്ന് വന്നപ്പോ ഉണ്ടായിട്ടില്ലല്ലോ? അത് ഇല്ല. ഇതായിട്ടും ഞാൻ ഫാമിൽ എടുക്കാൻ പോയപ്പോ അവിടെ സാധനമില്ല. അങ്ങനെ പിന്നെ ഒരു വേസ്റ്റ് ടാങ്കില് 2 പീസ് ഈ കൊതുകിന്റെ മുട്ടിൽ നിന്ന് ഇട്ട് വെച്ചതാ. അതിൽ നിന്ന് എടുത്ത് ഒരു ഫ്രീ ആയിട്ട് തന്നതാണ്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത. അതെ, ആരണവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും മനസ്സിലായി. അതിന്ന് പിന്നെ സെറ്റ് ആക്കി കൊണ്ടുവന്നല്ലേ? അടിപൊളി. എത്തിപ്പോ അടുത്ത് നോക്കാൻ പോന്നെ
ഇത് സ്നേക്ക് സ്കിൻ ഡ്രാഗൺ. സ്നേക്ക് സ്കിൻ ഡ്രാഗൺ വരുന്നത് അല്ലേ? നല്ല ആയിട്ടാണ്. ഓക്കെ. കുറച്ച് ഇയറും വരും. അതുപോലെ ഡോർസൽ നല്ല ഡോർസൽ ആയിട്ട്. ഓക്കെ ഓക്കെ. നമ്മള് നേരിട്ട് കാണുമ്പോൾ ആ ഒരു കളർ ലുക്ക് ഉണ്ടാവില്ല, ലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ കളർ വരും ചെയ്യും. പിന്നെ കൊറിയറൊക്കെ ആയിട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇത് എന്താ കളർ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കും അല്ലേ? പക്ഷെ അത് ആ സ്ട്രെയിൻ സ്ട്രെസ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് 2-3 ദിവസം നല്ല വെള്ളത്തിലായി കഴിഞ്ഞാൽ പിന്നെ ആ കളർ സാധുവായി വരും. നമ്മള് പർപ്പിൾ ബെറി ഡ്രാഗണിന്റെ ഒക്കെ പ്രശ്നം അല്ലേ? ഓക്കെ. നല്ല കുട്ടികൾ കിട്ടും. നല്ല കുട്ടികളെയും കിട്ടും. ഓ, നല്ല ടെയിൽ നല്ല പ്രിന്റ് വരുന്നത് അല്ലേ? അടിപൊളി. ഇതിപ്പോ എങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരുന്നത്? ഇത് 100-110 ആ റേഞ്ചിലാണ് വരുന്നത്. ഇത് റെഡ് ഡ്രാഗൺ റൗണ്ട് ടൈൽ. റെഡ് ഡ്രാഗന്റെ റൗണ്ട് ടൈൽ വരുന്നത്. ടൈൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് എനിക്ക് വലിയ സൈസ് വെക്കില്ല അല്ലേ? ഷോർട്ട് ബോഡി ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ള. അതെ. ഓക്കെ. ഇയർ ചെറുതായിട്ട് വരും അല്ലേ? ചെറുതായിട്ടുണ്ടാവുള്ളൂ. അത്യാവശ്യം കുട്ടികളെയും കിട്ടും. പ്ലാന്റഡ് അക്വാറിയത്തിൽ നല്ല ഭംഗിയാവും കാണാൻ. ഓക്കെ. ഇതൊക്കെ എന്തൊരു മാർക്കറ്റിലെ റേഞ്ച്? ഇത് 100-110 റേഞ്ചിലാണ്. ഇത് നമ്മളെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ. നമ്മളിപ്പോ ഗ്ലാസ്സിൽ എടുത്തത് അതിന്റെ പേരന്റ്സ് ആണ്. അതെ, ബ്രൂഡാണ്. ഇതിപ്പോ നമ്മൾ കൊടുക്കാനായിട്ടില്ല. ഒരു 2 ആഴ്ച ആകുമ്പോഴേക്ക് കൊടുക്കാവൂ അല്ലേ? കൊടുക്കാനാവും വിചാരിക്കാം. ഒക്കെ കുട്ടികളാണ്. അതെ. ഇപ്പൊ ജുനൽ സൈസ് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ കൊടുക്കാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഈ ഗ്ലാസ് കാണിക്കുന്നത് ജുനൽ സൈസ് മേടിച്ചു കഴിഞ്ഞാൽ ഈ സൈസൊക്കെ എത്തും. അതെ. നല്ല കളർഫുൾ ആണ് അല്ലേ? അതേ ക്വാളിറ്റി കിട്ടും. 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുക്കാനാവും. എന്തുവരെ ഇപ്പൊ ഇത് മാർക്കറ്റിലെ റേഞ്ച്? ഇതും ഏകദേശം 120-130 ആ റേഞ്ചിലാണ് മാർക്കറ്റിലേക്ക് വരിക. നല്ല ക്വാളിറ്റി ഉള്ള. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ റഷീദ് ഉണ്ടാക്കിയ ഒരു ടാങ്ക് സംഭവം അടിപൊളി ടാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കാലം, ഒരുപാട് കാലം, വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടാങ്കാണ് സെറ്റപ്പ് ആക്കിയത്. കാരണം അദ്ദേഹം ഈ ഫീൽഡിലായതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ആഴം കുറവുള്ള ഒരു ടാങ്ക് ഇപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഈ വലുപ്പം ഏകദേശം 13 സെന്റിന്റെ അടുത്ത ആഴമുള്ളൂ. ശരിക്കും ഒരു ഗപ്പികളെ ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിലും കളർ കിട്ടണമെന്നുണ്ടെങ്കിലും നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിലൊരു ടാങ്കാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഈ ടാങ്ക് നിങ്ങൾ വീട്ടിലൊന്ന് സെറ്റപ്പ് ആക്കി നോക്കുക, വളരെ പെട്ടെന്നായിട്ട് പോകും. നമ്മൾ സാധാരണ ഒരു ബേസിലൊക്കെ വളർത്തുന്നതിനേക്കാളും ഒരു 2 ആഴ്ച നമുക്ക് സ്പീഡ് റിക്കവറായി ഫീൽഡിൽ കിട്ടും വളർച്ച. അത്രയും ഒരു പവർഫുൾ ആണത്. കാരണം അത്രയും എയർ, നല്ല എയർ നല്ല ഫുൾ എയർ ആയിട്ട് എയർ ഇതിലേക്ക് നല്ല പാസ് ചെയ്യുക. അതാണ് മെയിൻ ഏറ്റവും വലിയ ഗുണം. അവർക്ക് മറ്റുള്ള ആഴം കൂടിയ ടാങ്കൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ അടിക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു ഇത്രയും ആഴത്തിൽ ഗപ്പികളെ വളർത്തുമ്പോൾ ഒരുപാട് എയർ പാസിങ് നല്ല ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ഗുണം ഇങ്ങനത്തെ ഒരു ടാങ്ക് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് ഇങ്ങനത്തെ ടാങ്ക്. അപ്പോൾ നമുക്ക് ഇനിയും കുറേ ഗപ്പികളെ കാണാനുണ്ട്. അത് വേറെ സ്ഥലത്താണ്, നമുക്ക് അവിടേക്ക് പോവാം. അതിന് മുന്നേ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ബേസിനിലുള്ള ബ്രൂഡ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ എടുക്കുന്നത് കൂടി ചോദിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ ചെറിയ ബേസിൽ ഇപ്പൊ എങ്ങനെയാണ് ബ്രൂഡ് സെറ്റ് ആക്കിയത് പറയുന്നത്? ഇത് നമുക്ക് ഏകദേശം എഗ് ലോഡായത് നമ്മള് ഇതിലേക്ക് മാറ്റിയിടും. ഇതില് നെറ്റ് വെച്ചത് കണ്ടില്ലേ? അത് കുഞ്ഞുങ്ങൾ കഴിക്കാതൊക്കെ വേണ്ടി. അപ്പൊ ഈ നെറ്റ് വെച്ചത് എന്തിനാ പറഞ്ഞത്? കുഞ്ഞുങ്ങൾ കഴിക്കാതൊക്കെ വേണ്ടി. നെറ്റ് വെച്ചാൽ മതി, ബ്രീഡിംഗ് കേജ് വേണ്ട. ഇത് നമ്മളെ കിണറിന് വലല്ലേ? അതെ. വലിയ കണ്ണില്ല വെക്കണ്ടോ, അതെല്ലാം ഫിഷ് കുടുങ്ങി പോകും. ഈ ഇതാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇതിലിപ്പൊരു ഫീമെയിൽ ഉണ്ട്. അപ്പൊ പ്രസവിക്കുന്ന സമയത്ത് നേരെ ഇതിലേക്ക് വിടും, ചെറിയൊരു ബേസിലേക്ക്. ഇവിടെ നെറ്റും വെക്കും. അപ്പൊ കുഞ്ഞുങ്ങൾ സേഫ് ആയിട്ട് കിട്ടും. അതിന്റെ ഉദാഹരണം ഇപ്പൊ ഈ കാണുന്നത്. ഇത് ഫുൾ റെഡ് ബ്രീഡ് ആണ്. ഫുൾ റെഡിന്റെ. കൊറേ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇതൊക്കെ തന്നെ ഫുൾ റെഡ് ആണ്. അതെ. ഇതിന് ഫുൾ റെഡ്. ഇതാ കൊറേ കുഞ്ഞുങ്ങള്. ഇതിൽ ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട്. അതാ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോ ഏതിന്റെയാണ് പ്രസവിക്കുന്നത്? ഇത് സ്നേക്ക് സ്കിൻ ഡ്രാഗന്റെ. അവിടെ നിന്ന് പ്രസവിച്ചുകൊണ്ടിരിക്കും. എന്താ കുഞ്ഞ് അതിലൊക്കെ ഉണ്ട്. ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ? ഇത് ഫുൾ റെഡിന്റെ ഫീമെയില് അല്ലേ? ഫീമെയിൽ. അപ്പൊ അവർക്ക് പിന്നെ കുഞ്ഞുങ്ങളെ കഴിക്കാൻ കിട്ടില്ല അങ്ങനെ പോകുമ്പോ ചെയ്യുമ്പോ? ഇല്ല. കഴിക്കില്ല. അടിപൊളി. ഇങ്ങനത്തെ എത്ര പൈസ ഇപ്പോൾ സെറ്റ് ആക്കിയിട്ടുള്ളത്? ഏകദേശം ഒരു 50 പൈസ. അതിലൊക്കെ ഫീമെയിൽ, ഓരോ സിംഗിൾ ആയിട്ട്. ഓരോ ഐറ്റം നമ്മൾ ഇതിന്റെ മുകളിൽ എഴുതി വെക്കും. കാരണം നമ്മൾ ഈ
ഇതില് ബ്രൂഡിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ എഴുതി വെക്കും. പിന്നെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ മാറ്റുള്ളൂ. ഈ കുഞ്ഞുങ്ങളെ പിന്നെ ഞങ്ങളുടെ വേറെ ടാങ്കിലേക്ക് വിടുക, ഈ ടാങ്കിനെ വിടും. എവിടെയും കാണാത്തൊരു ഐഡിയ ആയിപ്പോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫീമെയിൽ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും കിട്ടണമെന്നില്ല അല്ലേ? നമുക്ക് കുഞ്ഞുങ്ങളെ 100% കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം മൊയിന കൊടുക്കും. മൊയിന കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത്യാവശ്യം വയറ് നിറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ കഴിക്കൂല. ഇത് പുറത്ത് ടാങ്കിലാവുമ്പോ വേറെ ഫിഷ് കഴിക്കും. അങ്ങനെ ഉണ്ടല്ലേ. അങ്ങനെയാണ് ചെയ്യുന്നത് ബ്രീഡിംഗ് കേജ്. അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ചെയ്യുന്ന ഗപ്പികളുടെ ബ്രൂഡ് ഫീമെയിൽ സെറ്റപ്പ് ആക്കിയ ഒരു ടാങ്കുകളാണ് ബേസിൽ നിരത്തി അടിപൊളിയായിട്ട്. ഏകദേശം ഒരു 10-50 ബേസിനോട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഓരോ ബേസിലും ഓരോ ഫീമെയിൽ. ആ ഫീമെയിലിൽ അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കാനും ചെറിയ നമ്മളെ കിണർ വെള്ളം ഉപയോഗിക്കുന്ന ചെറിയ കണ്ണി കൂടിയ ആ നെറ്റിൽ ഇട്ടിട്ട് അതിൽ സേഫായി വെച്ചിരിക്കുന്നത്. ഏകദേശം പ്രസവിക്കാൻ ആ സമയത്താണ് ഇതിലേക്ക് അവർ ഇടുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ പ്രസവിക്കും. ആ കുഞ്ഞുങ്ങളെ മൊത്തം കിട്ടും ചെയ്യും. പിന്നെ ഫീമെയിലിൽ സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും അടിപൊളി ഒരു സംഭവം തന്നെയാണ് ഇത് അത്രയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ ദിവസം ചുരുങ്ങിയത് ഓരോ 5-6 ബേസിലെ ചിലപ്പോൾ ഒന്നിച്ച് പ്രസവിക്കും. അപ്പോൾ ദിവസം തന്നെ എനിക്ക് ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് പണി. അപ്പോൾ അത്രയും അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് 3 ബേസിൽ. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായി. ഇവിടെ ഇത് മൊയിന, ഇതാണ് ഇവിടുത്തെ മെയിൻ ഫുഡ് അല്ലേ? ഇപ്പൊ സിമെന്റിന്റെ റിങ് അതിൽ ഫുള്ള് അങ്ങനത്തെ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? ഇങ്ങനത്തെ 10 എണ്ണം ഉണ്ടാവും. 10 എണ്ണത്തില് ഒരു ദിവസം ഓരോന്ന് എടുക്കുക? അല്ല, മൊത്തത്തിലെടുക്കും. അത്രയും വേണ്ടി വരും. മൊയിന് തികയായി ഉണ്ടാവും. അതന്നെ തികയില്ല. ഇവർക്കിപ്പോ എന്താണ് അതല്ലേ? ഈസ്റ്റ് തന്നെ. ഇതിൽ ഈസ്റ്റ് ഒഴിച്ചിട്ടുണ്ടോ? ഒഴിച്ചിട്ടുണ്ട്. ഡെയിലി എത്ര തവണ ഒഴിക്കുക? ഡെയിലി ചിലപ്പോ 3 തവണ ഒഴിക്കും. 3 തവണ ഒക്കെ ഒഴിക്കും. അത്രയും വേണ്ടി വരും അല്ലേ? അത് കൂടുതൽ ഒഴിക്കില്ല, കുറേശ്ശെ ആയിട്ട് കൊടുക്കും. ഒന്നായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് വരും. കുറേശ്ശെ കൊടുക്കും. മൊയിന നമ്മൾ ഇവിടുന്ന് കൊടുക്കണ്ടോ? മൊയിന നമുക്ക് ഫിഷിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കാം. ഫിഷ് പഠിക്കുന്നവർക്ക് ഫ്രീ. ഈ സൈഡിലൊക്കെ നടന്നിരിക്കല്ലേ? നെറ്റ് അവിടെ ഈ ടാങ്ക് ഇപ്പൊ എന്ന് ക്ലീൻ ചെയ്താണ്? ഇതിപ്പോ ക്ലീൻ ചെയ്ത ഒരാഴ്ച കഴിഞ്ഞു. വെള്ളം നല്ല ക്ലിയർ ആണല്ലോ ഇപ്പോഴും? വെള്ളം ക്ലിയർ ആണ്. അത് നമ്മൾ കുറച്ച് ഈസ്റ്റ് കൊടുക്കുന്നുള്ളൂ, അതാണ്. ശരിക്കും ഒരു ലൈഫ് ഫുഡ് ഉണ്ടെങ്കിൽ പിന്നെ ഗപ്പികൾ പിന്നെ പറയണ്ടല്ലേ? അതാണ് നമ്മളെ ഫിഷിന്റെ ക്വാളിറ്റി. ഗ്ലാസ്സിൽ എടുത്തപ്പോ കണ്ടില്ലേ? ഇപ്പൊ ലൈറ്റ് അടിച്ചപ്പോഴാണ് എത്ര വരുന്നത്. അടിപൊളി. ഇതേമാതിരി ഇപ്പൊ എല്ലാത്തിലും ഫിൽ ആയിട്ടുണ്ടാവും അല്ലേ? എല്ലാത്തിലും ഫിൽ ആയിട്ടുണ്ടാവും. ഓക്കെ. എന്ത് ഈസ്റ്റ് അവിടെ? സാധാ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്? പ്രസ്റ്റീജിന്റെ ഈസ്റ്റ്. എന്തോടെ നെറ്റിലൂടെ ഇങ്ങനെ കോരി എടുക്കുക? നെറ്റില് കോരി എടുക്കും. ഫുൾ എടുക്കൂല, നമ്മള് കുറച്ചേ എടുക്കൂ, എന്നാലേ പിന്നെ എത്ര ആഴത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്? ഇത് 3 റിങ് ഏകദേശം ഒരു 50 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവും. കൊതുന്ന് വരാതിരിക്കാൻ വേണ്ടിട്ട് സേഫ് ആക്കി വെച്ചിട്ടല്ലേ? വേറെ ഒരു കൊതുവിന്റെ ലാഭം ഒന്നുമില്ല. ഇത്രയും നല്ല ക്ലിയറിലാ വെള്ളം. അടുത്തൊക്കെ വീട്ടുകാരുള്ളതുകൊണ്ട് കൊതുകൊക്കെ വന്നാലും ബുദ്ധിമുട്ടാണ്. പിന്നെ ഹെൽത്തൊന്നും പ്രശ്നമാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് എവിടെയുള്ള കാണാനുള്ള? ഇനി നമുക്കൊരു ഏകദേശം 1/2 കിലോമീറ്റർ ഉള്ളൂ. അവിടെ കുറച്ച് ഗപ്പികളുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് ഗപ്പികൾ കണ്ടു. ഈ നമുക്ക് കാണാനുള്ളത് ഇവിടെ റിങ്ങില് ഒരു 10-15 റിങ്ങിൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗപ്പികളുണ്ട്, അതുകൂടി നമുക്ക് നോക്കി നോക്കാം. കട്ട് ചെയ്തോ? പിന്നെ നമ്മളിവിടെ വേറെ സ്ഥലത്ത് അല്ലേ? ഇവിടെ ഇപ്പൊ നമ്മള് സിമെന്റിന്റെ റിങ്, ആദ്യമുള്ള റിങ് അല്ലേ? ഇതിലിപ്പോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫസ്റ്റ് യെല്ലോ ടൈഗർ. ഇതൊക്കെ പ്രിന്റ് ആണ് മെയിൻ ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് അല്ലേ? ഒക്കെ പ്രിന്റ് വരുന്നത്. ഫീമെയിലിനും പ്രിന്റ് വരുന്നുണ്ടോ? ഫീമെയിലിന് ചെറുതായിട്ട് പ്രിന്റ് കാണിക്കും, സൈഡ് പ്രിന്റ് കാണിക്കും അല്ലേ? ഇതൊക്കെ എങ്ങനെ ഒരു മാർക്കറ്റ് റേഞ്ച്? ഇത് 100-120 റേഞ്ചാണ് വരുന്നത്. നമ്മൾ അവിടെ കണ്ട മാതിരി തന്നെ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് റിങ്ങുകൾ.
അവിടെ വലിയ ടാങ്ക് ആണെങ്കിൽ ഇത് റിംഗ്. ടാങ്കാണ്, ഇവിടെ നമുക്ക് റിംഗ് ആണ് ചെയ്തത്. ഓ, പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഈ ഇലകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇത് വാഴല ഉപയോഗിച്ചിട്ടുണ്ട്. ഓ, അവിടെ ഉണ്ട്, പക്ഷെ താൽക്കാലിക ഒഴിവാക്കിയതാണ്. ഇനി ഇടും. ഓക്കെ. ഇതിപ്പോ എത്ര ഇതിന്റെ അടി ആഴത്ര ഉണ്ടത്? അത് നമ്മൾ നേരത്തെ കണ്ട അതേ സൈസ് തന്നെ വരുന്നത്. അത്ര ആഴത്തിനെ ഉള്ളൂ അല്ലേ? 13 സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ വരുന്നു. ഓ, എല്ലാം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു അല്ലേ? ഇത് ഓവർഫ്ലോ ചെയ്യാനുള്ള സെറ്റപ്പ് ആണ്. ഓവർഫ്ലോ അതുപോലെ ക്ലീനിങ്ങോ അത് ഊരി എടുത്താൽ മതി. ഈ സിമെന്റ് ടാങ്ക് ഇപ്പൊ എന്താ ഉണ്ടാക്കിയത്? ഇതിപ്പോ നമുക്ക് ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷമുള്ള ടാങ്കാണ്. കഴിഞ്ഞ വർഷമുള്ള ടാങ്ക് തന്നെയായിരുന്നു. ഈ ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇത് ഗപ്പികളിൽ ഇടാൻ പറ്റും? ഇത് നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞാല് നമുക്ക് ഇടാം. ഫസ്റ്റ് ഒന്ന് വെള്ളം നിറച്ചിടണം. എന്നിട്ട് നമുക്ക് 2 വായല ഇട്ട് കൊടുത്താല് പിന്നെ സിമെന്റിന്റെ കണ്ടന്റൊക്കെ ഒഴിവായി പോയിക്കോളും. പിന്നെ ഇടും അല്ലേ? ഇപ്പോ എന്താ എത്ര സൈസ് വരെ, എത്ര എണ്ണം വരെ ഇടാം ഈ ടാങ്കില്? ഇതില് 40 പീസാണ് ഞാൻ ഇട്ടത്. 40 പീസാണ്. വലിയ സൈസ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടൂല. കുഞ്ഞുങ്ങൾ ഈ ബേസിൽ ഇടലുണ്ടോ? കുഞ്ഞുങ്ങളിടാം. കുഞ്ഞുങ്ങളെ 100ന്റെ മുകളിൽ 100ന്റെ മുകളിൽ ഇടാം. ഈ സൈസ് ആണെങ്കിൽ നമുക്കൊരു 40 എണ്ണം ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഇപ്പൊ മൊയിനെ എല്ലാത്തിനും കൊടുക്കണേ? പെല്ലറ്റ് ഇപ്പൊ ഒന്നിനും കൊടുക്കണില്ല? പെല്ലറ്റ് ഉണ്ട്. പെല്ലറ്റ് പ്രിൻസ്മീന്, ഇലാർവല് അതൊക്കെ കൊടുക്കലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എത്ര നേരം കൊടുക്കും? കുഞ്ഞുങ്ങൾക്ക് മൊയിന മെയിനായിട്ട്. മൊയിന തന്നെ കൊടുക്കലുള്ളൂ. എത്ര കൊടുക്കാതെ? അവർക്ക് രാവിലെ കൊടുത്താൽ വൈകുന്നേരം കഴിക്കാൻ ഉണ്ടാവില്ല. അത്രയും ഉണ്ടാവൂലേ? അങ്ങനെ ഒന്നിച്ചിട്ട് ബോള പോയിട്ടായി ഇടുക അല്ലേ? കുഞ്ഞുങ്ങൾ ഇതേമാതിരി ബേസിന്റെ ബോർഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് കുഞ്ഞുങ്ങൾ മെയിനായിട്ട് അവിടെ നമ്മള് അവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മള് ഒരു ഗ്രോത്തിങ് സെക്ഷൻ തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ? അതാണല്ലേ. അപ്പൊ ഇവിടെ വന്നിട്ട് സെയിലില്ല. അടുത്ത് ഇത് ഇലക്ട്രിക് ബ്ലൂ. ഓക്കെ. പഴയ നമ്മൾ നേരത്തെ അവിടെ ആ ഫാമിൽ നിന്ന് കണ്ട എമറാൾഡ് ഗ്രീന്റെ അതേ ടൈപ്പ് തന്നെ അല്ലേ? 2-3 റിംഗിൽ വേറെ ഉണ്ട്. ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളും കിട്ടും. വലിയ സൈസും വരും, മെയിലും ഫീമെയിലും. ഇതെങ്ങനെ റേഞ്ച് വരും മാർക്കറ്റിലൊക്കെ? ഇത് 100-110 റേഞ്ച്. ഇതിപ്പോ ഇത് മജന്തന്ന് ഇറങ്ങുന്ന യെല്ലോ. നമ്മൾ അവിടെ കണ്ട മജന്ത അല്ലേ? അതിന്റെ അതിന്ന് ഇറങ്ങണതാണ് ഈ യെല്ലോ. നല്ല ഭംഗിയില്ല. അപ്പൊ അതിന്ന് മാറ്റിയെടുത്ത് ചെയ്തതാ? അല്ല, അതില് ഒരു 20% ഇതാ ഇറങ്ങി. യെല്ലോ വരുന്നുണ്ട്. 20% വരും അല്ലേ? ഇവിടുന്ന് മാറ്റിയിട്ട് വളർത്തുന്നതാണ്. ഇത് ബ്രീഡ് ചെയ്താൽ ഇത് കൂടുതലാണ്. മജന്ത കൂടുതൽ അല്ല, ഈ കളറ കൂടുതൽ, മജന്ത കുറയും. ഇതിപ്പോ എങ്ങനെ റേഞ്ച് വരും? ഇത് 100-120 റേഞ്ച് തന്നെ. അപ്പോൾ ഇവിടെയും എല്ലാ ടാങ്കിലും നമ്മളെ ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഇത് നമ്മൾ കാണുന്ന ഗപ്പികളിലൊക്കെ സൈസായിട്ട് വളരെ അത്യാവശ്യം കൊടുക്കാനുള്ള സൈസുള്ളതായിട്ടാണ്. അപ്പോൾ ഇവിടെയും മൊയിനയാണ് മെയിൻ കണ്ടന്റ്. അപ്പോൾ ഒരു ഫാം തുടങ്ങുകയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം തുടങ്ങേണ്ടത് ഗപ്പിയല്ല കേട്ടോ, മൊയിനയാണ് ആദ്യം തുടങ്ങേണ്ടത്. മൊയിന സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സ്വാഭാവികമായിട്ടും അത് തീർച്ചയായും ഉണ്ടാവും. മൊയിന അത്രയും നല്ല പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡാണ്. പിന്നെ ഒരു തവണ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈമാണ് അതിൻ്റെ ഗുണം. മറ്റുള്ള ഫുഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കടയിൽ പോയി മേടിക്കണം. പക്ഷേ മൊയിനയുടേതല്ല, നമുക്ക് അതിന് ഫുഡ് മാത്രം കൊടുത്താൽ മതി. ഈസ്റ്റോ മറ്റുള്ള ഫുഡുകൾ, പിന്നെ ഗെയിൻ വാട്ടറൊക്കെ മേടിച്ച് ഇത് ചെയ്യാം. ഈസ്റ്റിലാണ് കൂടുതൽ ചെയ്യുന്നത്. ഈസ്റ്റ് നമ്മൾ സൂക്ഷിച്ചാൽ മതി. ബാക്കിയുള്ള ലൈവായിട്ട് നമുക്ക് ഏത് സമയത്തും ഫുഡ് കിട്ടും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഗപ്പികൾ നല്ല ക്വാളിറ്റി കിട്ടും, നല്ല ഗ്രോത്തും കിട്ടും. അപ്പോൾ മൊയിന ആദ്യം സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ദയമായി നമുക്ക് ക്വാളിറ്റിയിൽ ചെയ്യാം. ഇനി നമുക്ക് കുറച്ചുകൂടി ഗപ്പികളെ നോക്കാണ്ട് അവർ നോക്കാം. ജപ്പാൻ ബ്ലൂ അല്ലേ? ടെയിലിൻ്റെ ആണ് അതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. ഇതിപ്പോൾ എങ്ങനെ ഇത് കാണിച്ചത്? ഇപ്പം എത്ര വലിയ സൈസ് ഉള്ളതാ? ഇത് നമുക്ക് സൈസ് കഴിഞ്ഞതല്ലേ? വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യം കൊടുക്കാനുള്ളതായിരിക്കും. ഭയങ്കര കളർഫുൾ അത് അല്ലേ? നല്ല ടെയില് ലെങ്ത് വരുന്ന കുഞ്ഞുങ്ങളെ നന്നായി കിട്ടും ചെയ്യും. ഓക്കെ. ഇതിപ്പോ എങ്ങനെ റേഞ്ച് വരിക? ഇത് 100-120 റേഞ്ചിലാണ് വരുന്നത്. ഇത് ഏതാണ് ഐറ്റം? ഇത് മെറ്റൽ ബ്ലാക്ക് അല്ലേ? മെറ്റൽ കളർ ബോഡിയിൽ വരുന്നതാണ്. ഇതിപ്പോ ജൂനിയർ സൈസാ കാണിക്കുന്നത്. ഒന്നുകൂടി സൈസ് ആവുമ്പോ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. ടൈലും നന്നായിട്ട് വരും അല്ലേ? ഇതിപ്പോ എങ്ങനെ റേഞ്ച് വരിക? ഇത് 100-110 റേഞ്ചിലാണ് വരുന്നത്. നമ്മുടെ അടുത്ത് ലഭ്യമായ ഗപ്പികൾ, അവയുടെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് പല ആളുകളും എൻക്വയറി ചെയ്യാറുണ്ട്.
അവർക്കായി ഒരു സന്തോഷ വാർത്ത. ഇപ്പോൾ ഗപ്പികളുടെ കുഞ്ഞുങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 1 വീക്ക് പ്രായമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏത് ഐറ്റം ബ്രീഡാണോ അവയുടെ കുഞ്ഞുങ്ങൾ തന്നെ 100% കൺഫേം ആയിരിക്കും. അവയ്ക്ക് ഏകദേശം 1 വീക്ക് പ്രായമുണ്ട്. ഏകദേശം 13 പീസ്. ഇതെങ്ങനെ റേഞ്ച് വരും മാർക്കറ്റിലൊക്കെ? ഇത് 100-110 റേഞ്ച്. ഇപ്പൊ നമുക്ക് കൊറിയർ 5 പേരാണ് നമ്മൾ മിനിമം എടുക്കേണ്ടത്. പിന്നെ 5 പേർ എടുക്കുമ്പോൾ നമ്മളൊരു ഓഫർ പറയുന്നുണ്ട്. ഏകദേശം 85-100 ആ റേഞ്ചിൽ നമുക്ക് മാർക്കറ്റ് റേറ്റ് ആയിട്ട് കൊടുക്കാം. മാർക്കറ്റ് ആ റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇപ്പൊ എങ്ങനെ കൊടുക്കൽ ഇപ്പൊ എങ്ങനെയാണ്? മേടിക്കലില്ലേ? മെയിനായിട്ട് കൊറിയർ ആണ്. ഓ, ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യും. ഓൾ ഇന്ത്യ കൊറിയർ. ഇവിടേക്ക് വരികയാണെങ്കിൽ റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തോ. റൂട്ട് നമുക്ക് മുക്കം ഭാഗത്തു നിന്ന് വരികയാണ് NIT മലയമ്മ തന്നെ. അതുപോലെ കോഴിക്കോട് ഭാഗം കുന്നമംഗലം NIT മലയമ്മ. ഓ, എപ്പോഴും വിളിച്ചു വരണം. ഓക്കെ. ഈ കാണുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കൊടുക്കാനുള്ള തന്നെയാണ്. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ രാജധാനി ഗപ്പി ഫാം? നമ്മൾ ഏകദേശം ഒരു 11 വെറൈറ്റിയോളം ഗപ്പികൾ നോക്കി അല്ലേ? നമ്മൾ 8 ഉദ്ദേശിച്ചത്, പിന്നെ ഓരോന്ന് നോക്കി ഓരോന്ന് എടുത്തു. അപ്പോൾ സ്ഥലം ഞാൻ ഒന്നുകൂടി പറയാം. കോഴിക്കോട് ജില്ലയിലെ NITക്ക് അടുത്ത്. എന്താണ് സ്ഥലം? മലയമ്മയ്ക്ക് അടുത്താണ്. അപ്പോൾ ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. പിന്നെ മാർക്കറ്റിൽ ആ ഒരു ഓഫർ ഇവിടെ ഉണ്ട്. അതൊരു ഗംഭീര ഓഫറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ രാജധാനി ഗപ്പി ഫാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. അത് എല്ലാവർക്കും